ഹലോ, ഇന്ന് സാറ്റർഡേ ആണ്. നമ്മുടെ കോളേജിൽ സാറ്റർഡേ, സൺഡേ ഷോപ്പിംഗ്, ഔട്ടിങ്ങിനൊക്കെ പോകാൻ വേണ്ടി പറ്റുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂ കമേഴ്സ് എല്ലാ കുട്ടികളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 2 ബസ്സും സീനിയേഴ്സിനെയൊക്കെ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്നത് ഡി-മാർട്ട് ഹൈപ്പർ മാർക്കറ്റാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് ഹൊസൂറാണ് കേട്ടോ. ഒരു 3 ഫ്ലോറൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി തപ്പി നമുക്ക് വാങ്ങാനുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ ഡ്രസ്സ് ഐറ്റംസിനും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിനൊക്കെ കുറച്ച് വിലക്കുറവാണ്. പിന്നെ സ്കിൻ കെയർ ഐറ്റംസൊക്കെ കുറച്ച് ഓഫർ പ്രൈസിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വാങ്ങേണ്ട അത്യാവശ്യം സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി കേട്ടോ. ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് നിറച്ച് പെൺകുട്ടികളാണ്, ഇത് മൊത്തം നമ്മുടെ കോളേജിലെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും കൂടെ കയറി ചെന്നപ്പോൾ തന്നെ സ്റ്റാഫൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക, എന്താ ഇത്രയും ആൾക്കാർ പെട്ടെന്ന് കയറി വരണേന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു സീനിയർ ആദ്യം പോയി തപ്പി നമുക്ക് ടേസ്റ്റൊക്കെ പറ്റുന്ന ഒരു കടയൊക്കെ നോക്കി തപ്പി കണ്ടുപിടിച്ച് നമ്മളൊരു കടയിൽ ഫൈനലി എത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾ ടേബിളെത്തിയപ്പോഴേക്കും ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചിക്കൻ റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ നിന്ന് കുറച്ച് കൈയിട്ട് വരെയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്നൊക്കെ തോന്നിയപ്പോൾ നമ്മളെല്ലാവരും അത് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. ഇതിലൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ അല്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. സോസൊക്കെ തന്നെ കൂടെ കഴിക്കാനൊക്കെ കിട്ടണേ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ കടയിലെ ഓർഡർ ഇതുപോലെ തന്നെ ഞങ്ങൾ കയറി ചെയ്തപ്പോൾ ഇത്രയും ആൾക്കാർ പെട്ടെന്ന് കടയിലേക്ക് കയറി വരിക എന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇനി നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഒരു മണി 1:30 കൂട്ടി നമ്മുടെ ഷോപ്പിംഗ്, ഫുഡ് അടി അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 4 മണിയാകുമ്പോഴേ കൂട്ടാൻ വേണ്ടി കോളേജിൽ നിന്ന് ബസ് വരുള്ളൂ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതവിടെ കാണാൻ അധികം സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ നമുക്ക് ഒരുപാട് ദൂരം അങ്ങനെ പോകാനും പെർമിഷൻ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വാക്ക് വേ കണ്ടു. ഈ റോഡ് തമിഴ്നാട് ബാംഗ്ലൂർ നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്ക് വേ ഉണ്ട്. അപ്പോൾ അവിടെ ഷീറ്റൊക്കെ ഇട്ട് തണലുള്ളതുകൊണ്ട് നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അതിൽ കൂടെ നടന്നു ഇരുന്നു. അങ്ങനെ സമയം പോകാൻ വേണ്ടി കുറേയൊക്കെ അങ്ങനെ ഒരു 3 മണി 3:15 ആയപ്പോഴേക്കും നമ്മുടെ മാഡംസൊക്കെ വന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ കോളേജ് ബസ്സിൻ്റെ അടുത്തെത്തി. ബസ് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി, കാരണം ഇത്രയും നേരം എന്താ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. നമ്മുടെ കോളേജിൻ്റെ അവിടെ കുറച്ച് തണുപ്പൊക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ്, ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടും. അങ്ങനെ ഞങ്ങൾ ഫൈനലി ബസ്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ അതിൻ്റെ ഉള്ളിലിരുന്ന് കുറച്ച് നേരമൊക്കെ നമ്മൾ പുഴുങ്ങി. പിന്നെ അറ്റ്ലാസ് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഫൈനലി നമ്മൾ ഹോസ്റ്റലിലെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും എല്ലാവരും അത്രയും ടയർഡായിട്ടുണ്ടായിരുന്നു. വെയിൽ കൊണ്ട് നടന്നൊക്കെ ഭയങ്കര ടയർഡായി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അവസാനിച്ചു കേട്ടോ.